കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിധി. മറ്റ് പ്രതികളുടെ ശിക്ഷാവിധിയേക്കാൾ ആകാംക്ഷ എട്ടാം പ്രതിയായ നടൻ ദിലീപിനെ കാത്തിരിക്കുന്ന കോടതി വിധിയായിരുന്നു. ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി വാദിക്കുകയും ചെയ്തവർ ഒരു വശത്തും തങ്ങളുടെ പ്രിയതാരം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുകയും ന്യായീകരിക്കുകയും ചെയ്ത മറുവിഭാഗവും വിധിക്കായി കാത്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധാകേന്ദ്രം ദിലീപായിരുന്നു. ദിലീപ് ആലുവയിലെ വീട്ടിലുണ്ടോ മറ്റെവിടെയെങ്കിലും ആണോ എന്നുള്ള തേടലായിരുന്നു എല്ലാവരും. എന്നാൽ അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് രാവിലെ 9:30 നടൻ സഹോദരൻ അനൂപും സുഹൃത്തും കേസിലെ 10ാം പ്രതിയുമായ ശരത്തിനൊപ്പം വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് ദിലീപ് പുറപ്പെട്ടുവെന്ന വാർത്ത വന്നു. കോടതിയിലേക്ക് തിരിച്ച ദിലീപിനെ പിന്തുടർന്ന മാധ്യമങ്ങളും കോടതിയിലേക്ക്. കോടതിയിലെത്തുന്നതിന് മുൻപ് അഭിഭാഷകന്റെ ഓഫീസിലിറങ്ങിയ ദിലീപ് കോടതി ആരംഭിക്കുന്നതിന് 15 മിനിറ്റുകൾക്ക് മുൻപ് തന്നെ കോടതിയിലെത്തി. ശുഭ്രവസ്ത്രം ധരിച്ച് വിധിയറിയാനെത്തിയ ദിലീപ് ശാന്തനായാണ് കാണപ്പെട്ടത്. എന്തുതന്നെയായാലും താൻ അതിനെ സ്വീകരിക്കുമെന്ന നിലപാട് മുഖത്തു വരുത്താൻ നടൻ നേരത്തെ ഉദ്ദേശിച്ചുറപ്പിച്ച മട്ടായിരുന്നു. കോടതി ആരംഭിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് വിധി പറഞ്ഞു. പിന്നാലെ ബാക്കിയുള്ള പ്രതികളെ വെറുതെ വിട്ടുവെന്നുള്ള വിധിയും. തന്നെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആരാധകർക്കും മാധ്യമപ്രവർത്തകർക്കും ഇടയിലേക്ക് ദിലീപ് ഇറങ്ങി വന്നു. സർവശക്തനായ ദൈവത്തിന് നന്ദി, കോടിക്കണക്കിന് ജനങ്ങൾക്ക് നന്ദി, 9 കൊല്ലം പിന്തുണച്ച എല്ലാവർക്കും നന്ദി, അഭിഭാഷകർക്കൊപ്പം നിന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞ് 11:30 ദിലീപ് കോടതിയിൽ നിന്ന് മടങ്ങി. കേസ് ആരംഭിച്ചപ്പോൾ മുതൽ താൻ നേരിട്ട വ്യക്തിഹത്യയ്ക്കും അപമാനങ്ങൾക്കും ജയിൽവാസത്തിനുള്ള മറുപടി ദിലീപിന്റെ മുഖത്തുള്ള ചെറുപുഞ്ചിരിയിലുണ്ടായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ച ആരാധകർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് പുറത്താണ് മധുരം വിതരണം ചെയ്തത്. കേസിൽ ആദ്യ 6 പ്രതികളെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കേസിലെ 8ാം പ്രതിയാണ് ദിലീപ്. കേസിലാകെ 10 പ്രതികളാണുള്ളത്. കുറ്റക്കാർക്കുള്ള ശിക്ഷാവിധി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. കോടതി വിധിക്ക് പിന്നാലെ വൻ ആഘോഷ പ്രകടനങ്ങളാണ് ദിലീപിന്റെ ആരാധകർ നടത്തിയത്. പടക്കം പൊട്ടിച്ചും ലഡ്ഡു വിതരണം ചെയ്തും കോടതി പരിസരത്ത് അവർ നിലയുറപ്പിച്ചു. കോടതി പരിസരത്തുള്ളവർക്ക് ഇവർ ലഡ്ഡു നൽകി. മാത്രമല്ല, ദിലീപിന്റെ വീടിന് പുറത്തും ആഘോഷങ്ങളുണ്ടായി. വീടിന് പുറത്ത് കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനായതിന് പിന്നാലെ പ്രതികരിച്ച ദിലീപിന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ നാദിർ ഷാ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നാദിർ ഷായുടെ പ്രതികരണം. ദൈവത്തിന് നന്ദി, സത്യമേവ ജയതേ എന്നാണ് നാദിർ ഷാ കുറിച്ചത്. ദിലീപിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രവും നാദിർ ഷാ പങ്കുവച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് വിചാരണ നടപടികൾ പൂർത്തിയായത്. പ്രതികൾക്കുള്ള ശിക്ഷ ഡിസംബർ 12 വിധിക്കും. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ ദൈവത്തിന് നന്ദി പറഞ്ഞ നടൻ ദിലീപ്. സർവശക്തനായ ദൈവത്തിന് നന്ദി എന്നായിരുന്നു കേസിൽ വിധി കേട്ട കോടതിയിൽ നിന്നും പുറത്തേക്ക് വന്ന ദിലീപിന്റെ ആദ്യ പ്രതികരണം. സത്യം ജയിച്ചുവെന്ന് പറഞ്ഞ നടൻ കേസിലെ യഥാർത്ഥ ഗൂഢാലോചന തന്നെ പ്രതിയാക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ആരോപിച്ചു. കേസിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചന ആരംഭിച്ചതെന്നും ദിലീപ് കുറ്റപ്പെടുത്തി. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്, ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായി കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് ജയിലിലുണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലീസ് സംഘം അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ കള്ളക്കഥ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്നും ദിലീപ് ആരോപിച്ചു. ഇന്ന് കോടതിയിൽ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. കേസിൽ യഥാർത്ഥ ഗൂഢാലോചനയെന്ന് പറയുന്ന തന്നെ പ്രതിയാക്കാനാണ്. തന്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും ദിലീപ് പറഞ്ഞു.